ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി അധ്വാനിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, സമർപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, 2033 എന്ന മഹാജൂബിലി സഭ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ ദാഹത്തോടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ സഹോദരങ്ങളിലേക്കും കർത്താവിൻ്റെ സുവിശേഷം, സത്യസുവിശേഷം, നിത്യജീവനിലേക്കുള്ള സുവിശേഷം എത്തുവാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ, കാലത്തിൻ്റെ അടയാളങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ദ്വിതീയ ആഗമനത്തിന് വേണ്ടി ലോകത്തെ ഒരുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മ മാതാവ് നമ്മോട് ഒരു നൂറ്റാണ്ടായി ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുക, മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ അനുതാപത്തിന് വേണ്ടി, പശ്ചാത്താപത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, പരിഹാരം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഈ ലോകം കടന്നു പോകുന്നത്. നമുക്കറിയാം, സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നിത്യജീവൻ, സ്വർഗത്തിലേക്കുള്ള വഴി. അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്കറിയാം. ഏക ലോക രക്ഷകൻ, ഏക സത്യദൈവം കർത്താവായ യേശുക്രിസ്തുവാണെന്നറിയാം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും നിത്യജീവൻ പ്രാപിക്കില്ല എന്ന് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വലിയ തീവ്രമായ സ്നേഹം സഹോദരങ്ങളോട്. സഹോദരൻ ആരാണ്? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന സ്നേഹമുള്ളവരെ നമ്മൾ ഓർക്കുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണ്? ഈ ലോകത്തിലെ എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളും, അതാരുമാവട്ടെ, അവർ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടാകേണ്ടത്. ഈ ലോകത്തുള്ള ആര് തന്നെ, എത്ര ദൂരെയുള്ള രാജ്യത്തുള്ളവരായാലും ആര് തന്നെ ആയാലും നഷ്ടപ്പെടുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ഓർക്കണം, ഇതെൻ്റെ സഹോദരനാണ്, എൻ്റെ സ്വന്തം സഹോദരനാണ്. കർത്താവായ യേശുക്രിസ്തു ആ സഹോദരനും കൂടി വേണ്ടിയാണ്, ആ സഹോദരിക്ക് വേണ്ടിയാണ് കുരിശിൽ കാൽവരിയിൽ ബലിയായത്. സ്നേഹമുള്ളവരെ, ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം മരണതുല്യമായ തീവ്ര വേദന അനുഭവിക്കുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഓരോ ആത്മാവും നഷ്ടപ്പെടുമ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് തെരുവോരങ്ങളിൽ, സ്ട്രീറ്റുകളിൽ, ഗ്രാമങ്ങളിൽ, ടൗണുകളിൽ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച്, കർത്താവാണ് ഏകരക്ഷകനെന്ന്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ പ്രഘോഷിക്കേണ്ട ഒരു കാലഘട്ടം. ആദിമസഭയിലെ പോലെ പത്രോസ്ലിഹയും പൗലോസ്ലിഹയും കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരും രക്തം കൊടുത്ത് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതുപോലെ, സ്വർഗത്തിന് വേണ്ടി ജീവിച്ചതുപോലെ നമ്മളും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം, ആദിമസഭയിലെ പോലെ പൂർണ്ണമായ സമർപ്പണം ലഭിക്കുവാൻ വേണ്ടി, തീക്ഷ്ണത ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒത്തിരി ജപമാലയിലൂടെ, പ്രായശ്ചിത്ത പരിഹാര പ്രാർത്ഥനകളിലൂടെ എത്രമാത്രം പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അത്രയും പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
അമ്മ മാതാവ് ഈ ലോകത്തിന്ന് പല ദേശങ്ങളിലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാം ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ വേദന അനുഭവിക്കുന്നത് കൊണ്ടാണ്. അത് സ്വർഗത്തിൻ്റെ വേദനയാണ്. അതുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് നമുക്കും ആത്മാവിൽ പ്രാർത്ഥിച്ച് പ്രത്യേകമായ ഒരു മിഷൻ പോലെ 2033 മഹാജൂബിൽ മിഷനാകുമ്പോഴേക്കും ലോകത്തുള്ള എല്ലാ സഹോദരങ്ങളോടും കർത്താവാണ് ഏക രക്ഷകനെന്നും ഏക സത്യദൈവമെന്നും സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ള വലിയ സുവിശേഷം ആദിമസഭയിൽ ശിഷ്യന്മാർ ജീവൻ കൊടുത്ത് പ്രഘോഷിച്ചതുപോലെ നമുക്കും പ്രഘോഷിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.